iPhone 7 സംബന്ധിച്ച് CPU ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗങ്ങളില്ലേ ഇവിടെ മാത്രം ബ്ലോവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കരുത്. കാരണം വെച്ചാൽ സെൻറ്ററിൽ ബോൾ ഇല്ലാതെ CPU ലിഫ്റ്റായി കിട്ടും. ഈ ഒരു പ്രശ്നം വരാറുണ്ട്. നമുക്കിതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റാണ് വരുന്നുണ്ട് CPൻ്റെ. ഇതിനെക്കുറിച്ച് പഠിച്ചത് അസംബാറ്റിൽ കേട്ടോ. അസംബാറ്റിൽ എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അന്ന് ഡീപ്പായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ ഈ ബ്ലേഡ് വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്താ ബ്ലേഡ് നമുക്ക് ഫസ്റ്റ് ഇവിടെ വെക്കുക. കാരണം ഫസ്റ്റ് ലിഫ്റ്റിംഗ് പോയിൻ്റ് ഇവിടെ വരിക. പിന്നെ സെക്കൻഡ് ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പ്രീഹീറ്റ് നമ്മൾ ബ്ലോവറായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗമല്ലേ ഇങ്ങനെ ഹീറ്റ് ചെയ്യുക. അല്ല നേരെ നടുവിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. ഈ 4 ഭാഗവും എന്ത് ചെയ്യുക, പ്രീഹീറ്റ് ചെയ്യുക. അപ്പോൾ സെൻറ്ററിൽ എന്താവും, ഹീറ്റാവും. ഈ ഒരു ഭാഗം ഹീറ്റ് ആകുമ്പോൾ തന്നെ എന്താവും, സെൻറ്ററിലും ഹീറ്റാവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷീൽഡ് പൊക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഗ്രൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് നമ്മൾ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് വിക്കിട്ട് വലിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഹീറ്റ് പിടിക്കും. അപ്പോൾ നമുക്ക് എന്താ CPU നമുക്ക് ആ ടൈമിങ് ചിലപ്പോൾ കറക്റ്റ് ഹീറ്റിൽ ലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതെന്താ ജസ്റ്റ് ഒന്ന് വിക്കിട്ടാണ്ട് ഇവിടെ വലിക്കുക. ഓക്കെ. പിന്നെ അതിന് മുമ്പ് CPU ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ടെമ്പറേച്ചർ നോക്കണം. അതായത് കാലിബ്രേഷൻ നോക്കണം. കാലിബ്രേഷൻ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മൾട്ടിമീറ്ററിൽ നമുക്ക് സൺസൈൻ മൾട്ടിമീറ്ററില്ലേ അതിൽ നമുക്ക് എന്താ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 370 to 70 നമ്മൾ CPU ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഹീറ്റ്. നമുക്കവിടെ ബ്ലോവറിൽ എത്ര റേറ്റ് വരുന്നത്, മൾട്ടിമീറ്ററിൽ എത്ര കിട്ടണേ? 300 കിട്ടണുള്ളൂ. 300-305 കിട്ടണുള്ളൂ. അതായത് നമ്മുടെ കാൽക്കുലേഷൻ അവിടെ മാറിയിട്ടുണ്ട്. ഈ ഹീറ്റിൽ നമ്മളങ്ങനെ എത്ര CPU ഹീറ്റ് അടിച്ചിട്ടും കാര്യമില്ല. കൂടുതൽ ടൈം വരുന്നല്ലാതെ ആ CPU നമുക്ക് ആ ടൈമിൽ പൊക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ചാനൽ 1 ചാനൽ 3 നെക്കി പിടിക്കുക. രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, ഇവിടെ കാലിബ്രേഷൻ ഓപ്ഷൻ വരും. അതിൽ നമുക്ക് 310 ഇവിടെ കിട്ടുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ കൊടുത്തു. അത് CH2 നോക്കി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് പിന്നെ എന്താ ചെയ്യുക, അതിൻ്റെ കാലിബ്രേഷൻ അവിടെ ലെവലാവും. നമ്മൾ അത് കൊടുത്തിട്ടില്ല 370. ആ 370 to 350 ഇതിൻ്റെ അടിയിലായിരിക്കണം നമ്മളെ കാലിബ്രേഷൻ ചെയ്തത്. നമ്മൾ ഇപ്പോൾ IC നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര ഒരു ഡിഫറൻസിൽ വെക്കുക, ആ ലെവൽ വെക്കുക. അപ്പോൾ അവിടെ നമുക്ക് 370 വേണ്ടോ, 371, 372, 73 ഇതാണ് കറക്റ്റ് കാലിബ്രേഷൻ വരുന്നത്. കാരണം നമ്മൾ അതിൽ എന്താ കൊടുത്തത് അതന്നെ ഇതിൽ കിട്ടും വേണം. നമുക്ക് CPU ലിഫ്റ്റിംഗ് പോവാം. അല്ല അതിൻ്റെ ഫസ്റ്റ് നമുക്ക് എന്താ ഫുള്ളായിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഈ സിം സ്ലോട്ടില്ലേ ഇതുമ്മ കുറച്ചേരം ഇങ്ങനെ ഏറ്റെടുത്തിട്ട് CPയിലേക്ക് പോവുക. ഇത് ഈ ടൈം നമുക്ക് ചോദ്യം വരും, ചിലപ്പോൾ ബേസ് ബാൻഡ് CPU എന്തെങ്കിലും പ്രശ്നം വരില്ലേ? അതൊന്നും പ്രശ്നം വരില്ല. കാരണം കറക്റ്റ് നമുക്ക് CPU മാത്രം ചെയ്യാൻ മതി. ബേസ് ബാൻഡ് CPU ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ബോൾ പുറത്ത് കണ്ടോ അല്ലേ, സാധനം കണ്ടോ? ഓക്കെ, വെരി സിമ്പിൾ. അതായത് ബോർഡ് ഫുൾ പ്രീ ഹീറ്റായി. ഇവിടെ സിം സ്ലോട്ട് ഗ്രൗണ്ട് അല്ലേ തന്നെ. ഇത് ഹീറ്റാകുമ്പോൾ CPU നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്ക്രീൻ കാണിച്ചു കൊടുക്ക്. അല്ലേ പക്ക അല്ലേ. നമ്മൾ CPU ലിഫ്റ്റ് ചെയ്ത ടൈം നോക്കി നിങ്ങൾ 35, 40, 45 ഈ സെക്കൻഡ് കൊണ്ടാണ് CPU ലിഫ്റ്റ് ആയിട്ടുള്ളത്.
നമ്മളവിടെ 1 മിനിറ്റിന് മുകളിലേക്ക് പോയിട്ടില്ല. ഞാൻ 25 സെക്കൻഡ് ആയിട്ടില്ല.